അനു നേരത്തെ പരിചയപ്പെടുത്തിയതുപോലെ രാജ അദ്ദേഹത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കൊല്ലത്തെ SPB എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അദ്ദേഹം SPBയുടെ ശബ്ദത്തിൽ മനോഹരമായി പാടും. അതേപോലുള്ള ശബ്ദമാണ്. ഏറ്റവും നല്ല പാട്ടുകാരനാണ്. അങ്ങനെ കൊല്ലംകാർ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീ രാജ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കലോത്സവം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാ മത്സരങ്ങളും കണ്ടോ? ഇല്ല, ഏകദേശം എല്ലാം കണ്ടു. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു? ഏകദേശം. ഗ്രൗണ്ടിൽ ഇന്നിപ്പോൾ കഴിയുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ടോ? തീർച്ചയായിട്ടും. ഇത്രയും ഒരു സന്തോഷകരമായ ഒരു ദിവസമല്ലായിരുന്നു, തീരുവല്ലേ എന്ന്. കളറായിരുന്നു? തീർച്ചയായിട്ടും, 100%. ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ആസ്വദിച്ചതൊക്കെ എല്ലാ ഇനങ്ങളും അറിയാം. എന്നാലും ഒരുവിധം എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എല്ലാം നമുക്ക് അദ്ദേഹത്തിന്റെ കൊണ്ടുപോകുന്നുള്ള അറിയാം. കപ്പാര് കൊണ്ടുപോകും ആ ഒരു ആകാംക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കും. എന്നാലും ഒരു മനസ്സിലുള്ളൊരു ചിന്ത കോഴിക്കോടോ കണ്ണൂരോ? വെച്ച് നോക്കുമ്പോൾ കണ്ണൂരാണെന്ന് തോന്നുന്നു. കണ്ണൂരടിക്കും. 4 പോയിന്റ് വ്യത്യാസം രണ്ടാമത് നിൽക്കുകയാണ്. പക്ഷേ ഇനി 10 ഇനങ്ങൾ ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം ആരാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായും എന്താണ് ഈ SPB എന്ന ആ ഒരു മഹാപ്രതിഭയോടുള്ള ഒരു ഇഷ്ടത്തിന് പിന്നിൽ? അല്ല, ഞാൻ കൊച്ചിലെ മുതലേ ഒരു പുള്ളിയുടെ ഒരു ആരാധനാണ്. അങ്ങനെ ബാത്റൂം സിംഗറിൽ തുടങ്ങി സ്റ്റേജ് സിംഗറായി. അങ്ങനെ അദ്ദേഹമായിട്ട് ഞാൻ തന്നെ ഞങ്ങൾ ആൽബത്തിൽ പാടിയിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ തന്നെ SPBക്കൊപ്പം പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ പാടിയോ? 96-ൽ വലിയ ഭാഗ്യം കിട്ടിയ ഒരാൾ കൂടി. ചെന്നൈ വെച്ചായിരുന്നു റെക്കോർഡിംഗ് എല്ലാം. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇതുപോലൊരു മനുഷ്യനെ കണ്ടു കിട്ടാൻ പാടാ. ഏത് ആൽബമായിരുന്നു അത്? 50 എന്ന് പറഞ്ഞൊരു ആൽബം, തമിഴ് ആൽബം. അദ്ദേഹം 3 പാട്ട് പാടി, ഞാനും 3 പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് നിന്ന്? അല്ലല്ല, വേറെ വേറെ. അല്ലേ? അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്താണ് സംസാരിക്കും ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ ഞാൻ പാടിയ പാട്ടെല്ലാം പുള്ളി കേട്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്ക്. എന്ത് പറഞ്ഞതൊക്കെ? വളരെ മനോഹരമാണ്. കൂടുതലും സ്വന്തം ശൈലി തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പോട്ടെ, ശബ്ദം ചെറിയൊരു സിമിലാരിറ്റി ഉണ്ടെന്ന് പുള്ളി തന്നെ പറഞ്ഞു. ഇത്രയും നേരം എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് തുടങ്ങാം, പാടി തുടങ്ങാം അല്ലേ? രാവിലെ ആയതുകൊണ്ട് ഇച്ചിരി എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ മണ്ണിൽ ഇന്ത കാതലൻപിൽ തന്നെ. മണ്ണിൽ ഇന്ത കാതലன்றி யாரும் வாழ்தல் கூடுமோ, எண்ணம் கன்னி பாவையின்றி 7 ஸ்வரந்தான் பாடுமோ, பெண்மை இன்றி மண்ணில் இன்பம் ஏதடா, கண்ணை மூடி கனவில் வாழும் மானிடா, மண்ணில் காதலன்றி யாரும் வாழ்தல் கூடுமோ, எண்ணம் கன்னி பாவையின்றி 7 ஸ்வரந்தான் பாடுமோ, வெண்ணிலவும் பொன்னி நதியும் கன்னியின் துணையின்றி இன்ன சுகம் இன்று படைக்கும், பெண்மையின் சுகமல்லி சந்தனவும் சங்கத்தமிழ் பொங்கிடும் வசந்தவும் சிந்தி வரும் பொங்கும் அமுதம் தங்கிடும் குமுதவும், கன்னி மகள் அருகில் இருந்தால் சுவைக்கும், கன்னி துணை எழுந்தால் முழுதும் கசக்கும், விழியினில் மொழியினில் நடையினில் உடையின் அதிசய சுகம் தரும் அணங்கிவள் பிறப்பிதுதான், மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ, எண்ணம் கன்னி பாவையின்றி 7 സ്വരந்தான் പാടുമോ. ഗംഭീരമായിട്ട് പാടി. അപ്രതീക്ഷിതമായൊരു വിയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ, അല്ലേ? നമ്മളൊരു തേങ്ങലോടെ അല്ലാണ്ട് ഒരിക്കലും അദ്ദേഹത്തെ ഓർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ആരാണ് ആദ്യമായിട്ട് പറഞ്ഞത് SPBയുടെ ശബ്ദവുമായി സാമ്യമുണ്ടെന്ന്? അത് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് മാരേജിന് പാടിയപ്പോഴാണ്. അങ്ങനെയാണ് ട്രൂപ്പിൽ പാടുന്നത്. പിന്നെ ഇപ്പം ഹൈലൈറ്റ്സ് ഓർക്കസ്ട്രയിൽ ഇപ്പം പാടുന്നുണ്ട്, ട്രിവാൻഡ്രം ഹൈലൈറ്റ്സ് ഓർക്കസ്ട്രയിൽ. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹീറോയിൽ. SPBയുടെ പാട്ട് തന്നെ എപ്പോഴും അത് മാത്രമാണ് പാടുന്നത് അതോ? മാക്സിമം പുള്ളിയുടെ പാട്ട് തന്നെ പാടത്തുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അല്ല, അദ്ദേഹത്തിന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സംഗീത പ്രതിഭയാണ്, ഒരു സംഗീത മാന്ത്രികനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദവുമായി സാമ്യമുണ്ടോ എന്ന് മറ്റുള്ളവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ അങ്ങേക്ക് എന്താണ് ആദ്യം തോന്നിയത്? അല്ല, അതിൽ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട് അതിനകത്ത്. നമുക്ക് ഗാനമേളയിലും ഇങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ പാടുന്നതെങ്കിൽ ഭയങ്കര പോസിറ്റീവാണ്. അത് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ് പോകാൻ നേരത്ത് ഒരാളുള്ളപ്പോൾ തന്നെ അടുത്ത ആളിൻ്റെ ആവശ്യമില്ലല്ലോ. അത് പിന്നെ കുഴപ്പമില്ല. റെക്കോർഡിംഗ് പാടുമ്പോൾ നമ്മുടെ ഒറിജിനൽ വോയിസ് തന്നെ ഇതും എന്നും എപ്പോൾ പാടിയാലും ഇത് തന്നെ വോയിസ് അല്ലേ, നമ്മൾ അനുകരണമല്ല. അല്ലല്ല, ഒരിക്കലും. ഈ പോസിറ്റീവ് കാര്യം പറഞ്ഞല്ലോ ഗാനമേളകളിലൊക്കെ, അപ്പോൾ ഈ ജനങ്ങളുടെ ഒരു റെസ്പോൺസ് എന്താ? SPBയോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ. തീർച്ചയായും നല്ല റെസ്പോൺസ്. ഒരു പാട്ട് കൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ പിന്നെന്താ? ഏറ്റവും കൂടുതൽ ഗാനമേളകൾക്ക് പോകുമ്പോൾ ആളുകൾ പാടാൻ ആവശ്യപ്പെടുന്ന പാട്ടാണ് SPBയുടെ.
അത് സ്പീഡ് സോങ് കൂടുതലുണ്ട്. ഔവൈ ഷൺമുഖിയൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ഒന്ന് ഷൺമുഖി ഒന്ന് അത് ഒരു 4 വരി പാടാം. ബല 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 മെന ബല 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 അമ്പളയ്ക്ക് മുണ്ടിയല പൊമ്പളയ്ക്ക് മുണ്ടിയല പൊമ്പളയാ പോണ അമ്പളയ്ക്കും വേല கல 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 மெல 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 எப்பவும் வேலை எத்தனைக்கும் உண்டு ஏல அத்தனைக்கும் ஒன்று வெற்றி எனும் மாலை ஷண்முகா உனது படைப்பில் உயர்ந்து விளங்கும் பிள்ளையா. സംഗീതം പഠിക്കാതെ വന്ന് സംഗീത ലോകത്തെ ചക്രവർത്തിയായി മാറിയ മനുഷ്യനാണ് SPB എന്ന് പറയുമ്പോൾ. ഞാനത് പറഞ്ഞു വരിക, കാരണം ഏത് സാധാരണക്കാരനും എവിടെയും എത്താൻ കഴിയും, കഠിനമായ പരിശ്രമം ഉണ്ടെങ്കിൽ എന്ന് നമ്മളോട് പറഞ്ഞു തന്ന അനശ്വരനായ കലാകാരൻ. തീർച്ചയായും 100%. കാരണം അതേപോലെ ഞാനും അതുപോലെയൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന ഏകദേശമൊക്കെ. നമ്മളും ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, പാടാം, അത്രേ ഉള്ളൂ. ആ ഒരു ധൈര്യമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ഗാനം കൂടി കേട്ടതിന് ശേഷം ഈ ഒരു സെഷൻ ഓക്കെ. நிலாவேவா செல்லாதேவா என்னாலும் உன் வானம்தான் என்னை நீதான் பிரிந்தாலும் உயிராலே அணைப்பேனே நிலாவேவா செல்லாதேவா என்னாலும் உன் வானம்தான். നമ്മുടെ ഈ ഒരു കലോത്സവം കൊല്ലത്തെത്തുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നമ്മൾ നേരത്തെ ശരത്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ കലോത്സവത്തിൽ എത്തുന്ന പ്രതിഭകളെ മാത്രമല്ല കൊല്ലത്ത് നിന്ന് അറിയേണ്ടുന്ന തങ്ങളെ പോലുള്ള ഒരുപാട് ആളുകൾ. ഞങ്ങൾ വെറുതെ ഒന്ന് നടന്നു പോയതാണ്. അപ്പോൾ ഒരു കഥാപ്രസംഗം പറയുന്ന ചേട്ടൻ അതിഗംഭീരമായി സാംബശിവന്റെ അനീഷ എന്ന കഥാപ്രസംഗം ഞങ്ങളുടെ മൈക്കിന് മുന്നിൽ പറഞ്ഞു. അതുപോലെ നിങ്ങളെ പോലുള്ള കലാകാരന്മാരാൽ സമ്പന്നമാണ് ഈ നാട്. അതുകൊണ്ട് തന്നെയാണ് ഈ കലോത്സവത്തെ ഇത്രയും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. സത്യം, തീർച്ചയായും. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഇനിയും വരട്ടെ, നമുക്ക് ഇനിയും കാണാം വലിയ വേദികളിൽ വെച്ച്. താങ്ക് യു.